ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാനുള്ളതാണ്. നിങ്ങൾ പാഡാണോ ഉപയോഗിക്കാറുള്ളത് അതോ മെൻസ്ട്രൽ കപ്പാണോ ഉപയോഗിക്കാറുള്ളത്? ഞാനും പാഡ് തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നിട്ടുള്ളത്. അങ്ങനെ പാഡൊക്കെ അങ്ങനെ ഉപയോഗിച്ച് എനിക്ക് ഇച്ചിങ്ങും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. നമ്മൾ എത്രയ്ക്ക് കഴുകി വൃത്തിയാക്കി വെച്ചാലും വൃത്തിയായി നടന്നാലും ഇച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി യൂഷ്വലായിട്ട് വരുന്നത് തന്നെയാണ്. അങ്ങനെ ഞാൻ യൂട്യൂബിലും മറ്റുമൊക്കെ കണ്ടു ഈ ഒരു പാഡിനെക്കാട്ടിൽ എത്രയോ ഗുണം ആണ്, പിന്നെ സേഫാണ് അങ്ങനെയൊക്കെ കണ്ടിട്ട് പിന്നെന്താ നമുക്ക് ഈ ഒരു പാഡ് ഡിസ്പോസ് ചെയ്യുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. ഈ ഒരു മെൻസ്ട്രൽ കപ്പ്, ഈ ഒരു കപ്പ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് റെക്കമെൻഡേഷൻസൊക്കെ ഞാൻ കണ്ടിരുന്നു യൂട്യൂബിൽ. ഇത് ഏറ്റവും നല്ലതാണ്, ഇത് ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോസൊക്കെ ഒരുപാട് കണ്ടു. അപ്പോൾ അങ്ങനെ ആയിരുന്നപ്പോൾ എന്ത്, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലും ഇത് കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു മെൻസ്ട്രൽ കപ്പ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇന്ന് വാങ്ങിച്ചു. ഇത് യൂസ് ചെയ്യാൻ തുടങ്ങി. ആദ്യം ഫസ്റ്റ് ഡേ ഇത് ആദ്യം ഒന്ന് ഇൻസ്റ്റാർട്ടൊക്കെ ചെയ്ത് എക്സ്പീരിയൻസ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു സമയമായി പീരീഡ്സ് വന്നു കഴിഞ്ഞപ്പോൾ ഞാനിതൊന്ന് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കുഴപ്പമില്ലായിരുന്നു. ഇൻസേർട്ട് ചെയ്യുമ്പോഴുള്ളൊരു ചെറിയ വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പീരീഡ്സ് ആണെന്നുള്ള കാര്യമേ അറിയാതെ അങ്ങനെ നടക്കുമായിരുന്നു. പിന്നെ യൂഷ്വലി ഉള്ള വയറുവേദന മൊത്തമായിട്ട് പോയി എന്നല്ല, കുറച്ച് കുറവൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഇത് നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ മാസങ്ങളിലും ഞാൻ പീരീഡ്സ് ആകുമ്പം ഈ ഒരു കപ്പ് യൂസ് ചെയ്യാൻ തുടങ്ങി. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാവുകയും ചെയ്തു. കാരണം നമുക്ക് ഇച്ചിങ് ഇല്ല. പിന്നെ നമുക്ക് ഈ ഒരു പാഡ് വയ്ക്കുമ്പോൾ നമ്മൾക്ക് ബാത്റൂമിൽ പോകണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോഴും പാഡിൽ അത്യാവശ്യമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് മാറ്റണം എന്നുള്ള ഒരു ചിന്താഗതിയൊക്കെ വരും. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം അതൊക്കെ ഈ ഒരു കാര്യത്തിൽ ഈ ഒരു മെൻസ്ട്രൽ കപ്പ് വയ്ക്കുമ്പോൾ നമുക്ക് ഈ ഒരു കപ്പ് എപ്പോഴാണോ നമുക്ക് വാഷ് ചെയ്യണമെന്ന് തോന്നുന്നത് അപ്പം മാത്രം നമ്മൾ പീരീഡ്സ് ആണെന്നുള്ള ഒരു കാര്യം നമുക്ക് അറിയുള്ളൂ. അല്ലാത്തപ്പോഴൊക്കെ നമ്മൾ നല്ല ക്ലീൻ ആയിട്ട് സാധാരണ എങ്ങനെയാണോ നമ്മൾ പീരീഡ്സ് അല്ലാത്തപ്പോൾ നമ്മുടെ ബോഡി എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ തന്നെ ഇരിക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ അത്ര കോൺഫിഡൻസ് ആയിട്ട് ഇത് വെച്ച് നടക്കുകയും ചെയ്തു. പക്ഷേ ഒരു 3-4-5 മാസം ഇങ്ങനെ പോയി. ഒരു 5 മാസമൊക്കെ കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേഷനൊക്കെ ഉണ്ടാവാൻ തുടങ്ങി. അതായത് എനിക്ക് ഭയങ്കര മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ തുടങ്ങി. ഭയങ്കരമായിട്ട് മൂഡ് സ്വിങ്സ് ഇല്ല എന്നല്ല, പക്ഷേ നമുക്ക് സാധാരണ വരുന്നതിലും കൂടുതൽ മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. അപ്പം എന്ത് ചെയ്തു, എനിക്കിങ്ങനെ ഡൗട്ട് തോന്നി, എന്തായിരിക്കും ഇതിൻ്റെ കാരണം എന്തായിരിക്കും എന്നിങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പം പിന്നീട് ഇതിങ്ങനെ നമ്മൾ എത്രയൊക്കെ ട്വിസ്റ്റ് ചെയ്തിട്ട് പുറത്തേക്ക് എടുക്കണം എന്ന് പറഞ്ഞാലും അത്യാവശ്യം പ്രഷർ നമ്മുടെ ബോഡിയിൽ എന്തായാലും യൂട്രസിൻ്റെ അടുത്ത് നമുക്ക് പ്രഷർ എന്തായാലും അപ്ലൈ ചെയ്താലേ ഇത് പുറത്തേക്ക് വരുള്ളൂ കപ്പ്. അങ്ങനെ നമ്മൾ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ വലിച്ചൂരി ട്വിസ്റ്റ് ചെയ്താലും ഒരു പ്രഷർ വന്ന് വലിച്ചൂരിയിട്ട് ആ ഒരു വാക്വം ക്ലിയറായി കിട്ടാതെ ഇതങ്ങോട്ട് പുറത്തേക്ക് വരില്ലല്ലോ. അപ്പം അങ്ങനെ വലിച്ചൂരി വെച്ച് അങ്ങനെ ഒരു ദിവസം ഒരു പീരീഡ്സിൻ്റെ സെക്കൻഡ് ഡേ, ഇവിടെ ഈ മൈക്കില്ലാത്തത് കൊണ്ട് കുറച്ച് സൗണ്ടുകളൊക്കെ വരുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ ക്ഷമിക്കണം. അപ്പം ഈ ഒരു പീരീഡ്സിൻ്റെ സെക്കൻഡ് ഡേ, ഒരു 5 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു പീരീഡ്സിൻ്റെ സെക്കൻഡ് ഡേ ഇത് വലിച്ച് ഈ ഒരു മെൻസ്ട്രൽ കപ്പ് ഞാൻ റിമൂവ് ചെയ്തപ്പം നന്നായിട്ട് ബ്ലഡ് വരാൻ തുടങ്ങി. അതായത് ഭയങ്കരമായിട്ട് നിൽക്കാതെ ബ്ലഡ് വരാൻ തുടങ്ങി. കട്ടയായിട്ട് ബ്ലഡ് വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചു. അതിന് മുമ്പും ഈ ഒരു പീരീഡ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു നമ്മുടെ ഉള്ളിലുള്ള ഒരു ഇൻ്റർണൽ ഓർഗനൊക്കെ പുറത്തേക്ക് ഞാൻ തള്ളി വരുന്ന പോലെയൊക്കെ എനിക്ക് തോന്നാറുണ്ട്. അപ്പം അയ്യോ എനിക്ക് ഇറങ്ങിയൊക്കെ വരുമോ എന്നുള്ള രീതിയിലൊക്കെ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷേ ഈ ബ്ലഡും കൂടി ഭയങ്കര നിൽക്കാതെ വന്നു കഴിഞ്ഞപ്പം എനിക്കുള്ള കോൺഫിഡൻസ് മൊത്തം പോയി. ഇനിയിപ്പോൾ വയറുവേദന സഹിച്ചാലും വേണ്ടില്ല, ഈ ഒരു സാധനം വയ്ക്കുന്നില്ല എന്നുള്ള തീരുമാനത്തിലായി. കാരണം എനിക്ക് ഭയങ്കര ഇറിറ്റേഷനായി തുടങ്ങി. മനസ്സുകൊണ്ട് നമുക്കൊരു കാര്യം പിടിച്ചില്ലെങ്കിൽ പിന്നെ അതിൻ്റെ പുറകെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇത് ഉപയോഗിക്കുമ്പോൾ കംഫോർട്ട് ഓർക്കുമ്പോൾ വയ്ക്കാനും തോന്നും, എന്നാൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് വയ്ക്കാതിരിക്കാൻ തോന്നും. അങ്ങനെ ഞാൻ പൂർണ്ണമായിട്ട് മെൻസ്ട്രൽ കപ്പിനെ വേണ്ടാന്ന് വെച്ചു. പേടിച്ചിട്ട് തന്നെയാണ് വേണ്ടാന്ന് വെച്ചു. അങ്ങനെ ഞാൻ വീണ്ടും പാഡിലേക്ക് തന്നെ മാറി. ഇതെൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പം നല്ലതാണെന്നുള്ള ടി വിയിലും യൂട്യൂബിലും ഒക്കെ ഞാൻ ആഡ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. അതും കൊണ്ടാണ് ഞാനും ഇത് വാങ്ങി നോക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതൊരു ഫ്ലോപ്പായി പോവുകയാണ് ചെയ്തത്. കുറച്ച് ഉപയോഗിച്ചിട്ടില്ലെന്ന് ഞാൻ പറയില്ല, കാരണം ഒരു 5 മാസത്തോളം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. 5 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഒരു പിടുത്തം വിട്ട പോലെ പോയത്. അങ്ങനെ ഞാനത് നിർത്തുകയാണ് ചെയ്തത്.
അപ്പം ഇത് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടുക. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ പുതിയതായിട്ട് തുടങ്ങിയതാണ്. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.